ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധ്യാൻസ് കറി വേൾഡ്. നമുക്കിന്ന് ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചീരത്തോരൻ ഉണ്ടാക്കി നോക്കാം. ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്ക് വായിലിട്ടുണ്ടെങ്കിൽ അലിഞ്ഞു പോകുന്ന ടേസ്റ്റിലുള്ള നല്ലൊരു ചീരത്തോരനാണിത്. ഇതിപ്പോൾ വീട്ടിലുണ്ടായിട്ടുള്ള ചീര കൊണ്ടാണ് നമ്മളിവിടെ ഈ തോരൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇത് നമുക്ക് ചുവന്ന ചീര കൊണ്ടും അതുപോലെ തന്നെ പച്ച ചീര കൊണ്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള പച്ചച്ചീര കൊണ്ടാണ് ഇതിപ്പോൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ഒരു 2 കെട്ട് ചീരയാണ് എടുത്തിട്ടുള്ളത്. അതിനെ നല്ലോണം വെള്ളത്തിൽ നന്നായി വൃത്തിയായി കഴുകിയിട്ട് ചെറിയതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതൊരു പാത്രം നിറച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 6 ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു 7 എണ്ണം നമ്മളിത് ജസ്റ്റ് ഒന്ന് ചതച്ച് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ തോരൻ ഉണ്ടാക്കുക നോക്കാം. ഇപ്പോൾ നമ്മളിതേ പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ഈ ഒരു തോരൻ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മളതിലേക്ക് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും ചതച്ചതും അതുപോലെ തന്നെ ഈ കറിവേപ്പിൻ്റെ ഇലയുടെ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യാം. ഇപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളിതിനെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് കേട്ടോ ഇത്. നമുക്ക് വേണമെങ്കിൽ കോഴിക്കോടൻ ചീരയിലും എല്ലാത്തിലും ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മളൊരു ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള പൊടികളൊക്കെ ചേർക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഈ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അത് കാരണമാണ് ഇപ്പോൾ നമ്മളൊരു ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാത്രം അതിലേക്ക് മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേഗം തന്നെ നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചച്ചീര ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇതേ നമ്മൾ നല്ലോണം എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലോണം ഊറ്റി കളഞ്ഞതിന് ശേഷമാണ് ഈ ചീര അരിഞ്ഞിട്ടുള്ളത്. എന്നിട്ടാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ ചീരയിൽ തന്നെ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിനെ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചീരയായിരുന്നു കേട്ടോ അത്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ചീരയാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മൾ പുറമെന്നൊക്കെ വാങ്ങുന്ന ചീര എന്ന് പറയുമ്പോൾ കുറച്ച് വേവുള്ള പോലെയാണ്. ഒരു ഇത്തിരി നേരം കൂടിയും അതൊന്ന് നല്ലോണം വേവാൻ വേണ്ടിയിട്ടുള്ള ടൈം എടുക്കും. പക്ഷേ ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കൃഷി ചെയ്യുന്ന ചീരയായ കാരണം പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. അപ്പോൾ അതേ നല്ലോണം മിക്സ് ചെയ്ത് ഇപ്പോൾ തന്നെ അതേ ഈ ചീരയുടെ ഇലയൊക്കെ നല്ലോണം വാടി വരുന്നുണ്ട്. ഇനി നമുക്കൊരു ഹൈ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഇളക്കാൻ. ഇനി നമുക്ക് ബാക്കിയുള്ള ചീരയുടെ ഇലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ആ ചീരയുടെ ഇലയൊക്കെ നല്ലോണം വാടി സോഫ്റ്റായിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ പാകത്തിനായിരുന്നു. ചോറിൻ്റെ കൂടെയൊക്കെ ഒരു നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ അത്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. ഇതേ ചീരയുടെ എല്ലാം നമ്മൾ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ഇടുന്നതിന് പകരം കുറച്ചീശയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളതിനെ നല്ലോണം ഒന്നിങ്ങനെ ഉലർത്തിയെടുക്കാം. എല്ലാ ഭാഗത്തേക്കും നല്ലോണം മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിനെതിരെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കയ്യിലോണ്ട് ഇങ്ങനെ പൊത്തി വെച്ചിട്ട് ഒന്ന് വേവാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ മീതെ ഒരു ലിഡ് വെച്ചിട്ട് നമുക്കൊരു ലോ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കുക. അപ്പോൾ തന്നെ അതേ കണ്ടില്ലേ, ഈ ചീരയിൽ നിന്നുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക വേണ്ടോ, ചീരയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചീരത്തോരനാണിത്. നല്ല ടേസ്റ്റാണ് കേട്ടോ.
ഇത് നമുക്ക് ഏത് ചീരയിൽ വേണമെങ്കിലും ഇതേപോലെ ഈ മെത്തേഡ് തന്നെ ഉപയോഗിക്കാൻ പറ്റും. നമുക്കിപ്പോൾ ചുവന്ന ചീരയിലാണെങ്കിലും കുഴപ്പമില്ല, അതുപോലെ തന്നെ കോഴിക്കോടൻ ചീര, സാമ്പാർ ചീര, ഏതിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ മുരിങ്ങയുടെ ഇലയിൽ ഒക്കെ പറ്റും കേട്ടോ. പാലക്കിൻ്റെ ചീരയിലൊക്കെ ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റും. ഞാൻ പാലക്കിൻ്റെ ചീരയിലും ഇതേപോലെ തന്നെ ചെയ്യാറുണ്ട്. അപ്പോൾ ഏത് ചീരയിൽ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം. ഇപ്പോൾ അതേ ആ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ചീരയൊക്കെ കണ്ടില്ലേ, നല്ലോണം ഉലർന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യാൻ ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നോക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല, ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു തോരനാണിത്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ചോറിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സൈഡ് ഡിഷിന് വേണ്ടിയിട്ട് നമുക്കൊക്കെ നോക്കുകയാണെങ്കിൽ ചീരയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കി നോക്കും. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ചീരക്ക എന്ന് പറയുമ്പോൾ അധികം വേവൊന്നുമില്ല, വേഗം തന്നെ അത് റെഡിയാവും. അപ്പോൾ അതേ നമ്മളതിനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി. അപ്പോൾ അതേ നല്ലോണം ചൂടായിട്ടുള്ള ആവി പറക്കുന്ന നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ കേട്ടോ എല്ലാവരും. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ.